എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ചൂട് കാലത്ത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു ഡയറ്റിംഗ് അങ്ങനെ ഒരു ആഹാരം കണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ ഒന്നുമില്ല. സാധാരണഗതിയിൽ എനിക്ക് എൻ്റെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ കഞ്ഞിയാണ്. അപ്പോൾ രാവിലെ കഞ്ഞി കുടിച്ചത് അത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു ശീലമാണ്. അത് തിരഞ്ഞെടുപ്പായാലും എന്താണെങ്കിലും രാവിലെ കഞ്ഞി കുടിക്കുക, അത് ഏതെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിൽ അത്, അപ്പോൾ പിന്നെ നമുക്കതിന് സമയവും ലാഭമാണ്. അത് എന്നുള്ള ഒരു പതിവാണ്. അപ്പോൾ അതുകൊണ്ട് കഞ്ഞി കുടിച്ചാൽ നമുക്കൊരു കൂടുതൽ എനർജി കിട്ടുമെന്നുള്ളത് ഒരു തോന്നലാണ്. അത് മാറ്റാനും പറ്റുന്നില്ല. അതായത് രാവിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലാണ് നമുക്ക് ഭക്ഷണം തരുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ കഞ്ഞി തരും. അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രവർത്തനം തുടങ്ങും. ഇപ്പോൾ അവരത് മാറ്റിയിട്ട് അവർ പറഞ്ഞു അങ്ങനെ കഞ്ഞി കുടിച്ച് നടന്നാൽ പറ്റില്ല, ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഇഡ്ഡലിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പൊതുവെ ഈ പറയുന്ന ഒരു ശോഭിച്ചേച്ചിയുടെ എപ്പോഴും ശോഭിച്ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും CPM അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പാചകവാത വില വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം. സ്വാഭാവികമായിട്ട് തന്നെ പല വാഗ്ദാനങ്ങളും നടത്തി ഈ പാചകവാത വില എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആ ട്രോളിനോട് എന്താണ് ഇപ്പോഴും പറയാനുള്ളത്? അല്ല, ആ ട്രോൾ എന്ന് പറയുന്നത് UPA ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായിരുന്ന, ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് അന്ന് ഇതുപോലെ ഗ്യാസിന് വില വർദ്ധിച്ച സമയത്ത് ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സിൽ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് പാലക്കാട് ഇലക്ഷൻ സമയത്ത് കൊടുത്തൊരു വീഡിയോ ആണ്. അത് പിന്നീട് വീണ്ടും ട്രോളായിട്ട് ആവർത്തിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത്, ഈ ട്രോളർമാർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഏറ്റവും അടിത്തട്ടിലുള്ള അമ്മമാരുണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്നു. എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു 12,000 ഗ്യാസ് കണക്ഷൻ പത്തനംതിട്ട പാർലമെൻറ്റിൽ മാത്രം പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തില്ല എന്നാണ് പ്രൈം മിനിസ്റ്റർ ചോദിച്ചത്. ഇവിടെ ഏതാണ്ട് 18,000-ഓളം ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തത് മോദിജിയാണ് എന്ന് ഗ്യാസ് ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് ഇവിടുത്തെ രണ്ട് മുന്നണികളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും 3 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇവിടെ രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള പണം 10 കൊല്ലം കൊടുത്തില്ല. അവർ 2004 മുതൽ 2014 വരെ ഭരണകൂടത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ കൊടുക്കാനുള്ള തീരുമാനം അവരെ സംബന്ധിച്ച് അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന് തിരിച്ചിറങ്ങി പോയത് മുതൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മൻമോഹൻ സിംഗ്, ഒന്നാം മൻമോഹൻ സിംഗിനെ സഹായിച്ചത് UPA ഗവൺമെൻറ്റിനെ സഹായിച്ചത് ഇടതുപക്ഷമാണ്. 5 വർഷം ഭരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവർ അധികാരത്തിൽ വന്നു 10 കൊല്ലം. ഈ 10 കൊല്ലത്തിൽ ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാതെ അവരെന്ത് ചെയ്തെന്ന് അറിയുമോ, അതൊരു മസാല ബോണ്ടാക്കി മാറ്റി. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ആ മേഖല, അരി കൊടുക്കേണ്ടത്, ഗോതമ്പ് കൊടുക്കേണ്ടത്, അതായത് നിത്യോപയോഗ വസ്തുക്കൾ കൊടുക്കാനുള്ള FCAക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തില്ല. അതും ഇതേപോലെ തന്നെ ഒരു ബോണ്ടാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ 2-3 മേഖലകൾ മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. ഒരാളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതായത് 10 വർഷം ഈ ഭക്ഷണം കൊടുക്കാനുള്ള പണവും ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഓയിൽ കമ്പനികൾക്ക് കൊടുത്തു തീർക്കാനുള്ള പണവും കൊടുക്കാതെ 1 ലക്ഷം കോടി രൂപ അതിൻ്റെ പലിശയും, അതായത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ മൊത്തം പണവും പലിശയും നരേന്ദ്രമോദി ഗവൺമെൻറ് അടച്ചു തീർത്തത് നമ്മളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി 2027 വരെ അടച്ചു തീർക്കാനുള്ള കരാറാണ് ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 1 ലക്ഷം കോടിയിൽ പരം വരുന്ന ഈ 2-3 സെക്ടറുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെന്ത് ഭരണമാണ് നടത്തിയത്? ഇവിടെ ഏതെങ്കിലും ഒരു സാധനത്തിന് 1% അല്ലെങ്കിൽ 1 പൈസയോ 2 പൈസയോ കൂടുന്നുണ്ടെങ്കിൽ ആ പൈസ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് വരികയാണ്, വീടായിട്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയായിട്ട്, അതല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി ജൽനൽ മിഷനായിട്ട്, അതല്ലെങ്കിൽ അമൃത് നഗരം പദ്ധതിയായിട്ട്, അതല്ലെങ്കിൽ റോഡുകളുടെ വികസനമായിട്ട്, രാജ്യം മുഴുവൻ നോക്കൂ, ലോകം പോലും ഞെട്ടുകയല്ലേ. എന്ത് തീക്ഷ്ണമായ വേഗതയിലാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക മേഖല വളരുന്നത്. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്കിടയിലേക്ക് കിസാൻ സമ്മാൻ നിധി, നമ്മളിത് കർഷകരുടെ നാടാണ്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ പാലക്കാടായിരുന്നല്ലോ, ഇവിടെയായിരുന്നല്ലോ 1ാം സ്ഥാനം. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാടിലെ കർഷകർ അവരും അതുപോലെ തന്നെ കിണഞ്ഞ് പരിശ്രമിച്ച് കൃഷിയെ മുന്നോട്ട് നയിച്ചുവെങ്കിലും പിന്നീട് കുട്ടനാട് താഴ്ന്നില്ലേ.